ഹായ് കൂട്ടുകാരെ, വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബീൻസ്, സവാള, കാരറ്റ് മൂന്നും എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 3 ഐറ്റവും വെച്ച് നമുക്ക് അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സവാള കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത് ചെറുതായിട്ട്, അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല, പിന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരുകി ഈ അരിഞ്ഞു വെച്ച ബീൻസിലോട്ടും കാരറ്റിലോട്ടും ഇട്ട് കൊടുക്കാം. ഞാൻ അരമുറിയൊന്നും എടുത്തിട്ടില്ല, ഒരു കുറച്ച് ഒരു 1/4 മുറി തേങ്ങ മതി നമുക്ക് തോരൻ. അത്ര അളവിലാണ് ചിരുകി ചേർത്തത്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്ത് കഴുകിയിട്ട് നല്ല ചതച്ച് ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നത്തെ പോലെ പിരിയൻ മുളക് പൊടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ശകല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് നമുക്കറിയാമല്ലോ, സാധാരണ തോരൻ വയ്ക്കും പോലെ കുറച്ചിട്ടാൽ മതി. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഈ ഒരു തോരൻ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വെക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള തോരനാണ്. ഈ തോരൻ എപ്പോൾ വീട്ടിൽ വെച്ചാലും നല്ലതുപോലെ എല്ലാവരും കഴിക്കാറുണ്ട്. എല്ലാവരും വീട്ടിൽ തോരൻ വെക്കുമല്ലോ. എൻ്റെ ശൈലിയിലാണ് ഞാൻ വെക്കുന്നത്. ഇതിൽ വെറൈറ്റി ഒന്നുമില്ല, സിമ്പിളായിട്ട് വെക്കാനുള്ള തോരനാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മൾ തോരൻ വയ്ക്കാനുള്ള പരുവത്തിന് നമ്മൾ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായപ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. തോരൻ വെക്കുമ്പോഴും എപ്പോഴും നമ്മൾ സൺഫ്ലവർ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. മീൻ വറുക്കുമ്പോഴും ചിക്കനൊക്കെ വറുക്കുമ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ തോരൻ വെക്കാൻ അധികം എണ്ണ വേണ്ട, ഞാൻ കാണിച്ചു തരാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 ചെറിയ ഉള്ളി എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴുകി അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി ശകലം കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത കടുക് ദേ പൊട്ടി തുടങ്ങി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കഴുകി ഇട്ട് കൊടുക്കാം. ശേഷം ബീൻസ് കാരറ്റ് നമ്മൾ വരെ മാറ്റി വെച്ചല്ലോ, അത് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. മുഴുവനായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ദേ ഞാൻ ഈ പ്ലേറ്റ് ഒഴിക്കുന്നത് കണ്ടോ, അത്ര അളവിൽ മാത്രം എടുത്താൽ മതി. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു അടപ്പ് പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടിട്ടില്ല. ഉള്ളി ഇനിയാണ് ഇടാൻ പോകുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ അടിപൊളി മീൻ കറി വെക്കുകയാണ്. മുരിങ്ങയ്ക്കയും തക്കാളിപ്പഴവും ഒക്കെ ഇട്ട ഒരു ചൂരക്കറിയാണ്. ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ദേ മുരിങ്ങയ്ക്കുണ്ട്, തക്കാളിപ്പഴമുണ്ട്, കുടംപുളിയുണ്ട്, അതൊക്കെ ഇട്ട് വെച്ച മീനാണ്. എന്തായാലും ഇന്ന് കഴിക്കാനുള്ള മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നമ്മുടെ തോരൻ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായെന്ന്. ഒരു 3/4 പരുവം ആയിട്ടുണ്ട്. നമ്മൾ ഇനിയാണ് ഇതിൽ ഉള്ളി ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഈ തോരൻ ഒരു സ്പൂണ് കൊണ്ട് 4 ചുറ്റും മാറ്റി വെച്ചിട്ട് നടുക്കിട്ട് കൊടുക്കണം. എന്നിട്ട് ആ സ്പൂണ് കൊണ്ട് തന്നെ നമുക്കിതിനെ ഉള്ളി കാണാത്ത രീതിയിൽ ഇതെല്ലാം പൊതിഞ്ഞ് വെക്കാം. ഞാൻ ചെയ്തതുപോലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ആ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം. ദേ അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം.
കണ്ടില്ലേ, നമ്മളെ അടിപൊളി തോരൻ ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തോരനാണ്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയായി ഞാൻ വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.